പബ്ലിക് എക്സാമിൻ്റെ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമോ? SSLC +1 +2 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പലർക്കുള്ള ഒരു ഡൗട്ടാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചർ ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാനോ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാനോ അല്ല നിങ്ങളുടെ പേപ്പർ നോക്കുന്നത്. അവരെന്ത് ചെയ്യും? നിങ്ങളുടെ എഴുതുന്നുള്ള കറക്റ്റ് മാർക്ക് നിങ്ങൾക്ക് അവർ തരിക തന്നെ ചെയ്യും. ഒരിക്കലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്കോ ചെറിയ പോരായ്മകൾക്കോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾക്കോ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകൾക്കോ ഒരിക്കലും അവർ എന്ത് ചെയ്യാൻ പോകുന്നില്ല? മാർക്ക് കുറയ്ക്കാൻ പോകുന്നില്ല. പരമാവധി മാർക്ക് നിങ്ങൾക്ക് തരാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു ആൻസർ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല? മാർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള റിയാലിറ്റി നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കി വെക്കണം. നിങ്ങളെ എഴുതിയ ആൻസറിൽ എത്രത്തോളം ശരിയുണ്ടോ അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. നിങ്ങൾ എഴുതിയതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല? നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരിക്കലും ഒരു ടീച്ചറും ഒരു കുട്ടി തോൽക്കണമെന്നോ ഒരു കുട്ടിയുടെ മാർക്ക് കുറയ്ക്കണമെന്നോ എന്ത് ചെയ്യില്ല? വാല്യൂ ചെയ്യുന്ന ഒരു ടീച്ചറും ആഗ്രഹിക്കില്ല. അവർ നിങ്ങളെ പരമാവധി ഹെൽപ്പ് ചെയ്യണം. പരമാവധി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തത്. പല കുട്ടികൾക്ക് അനാവശ്യമായ പല ടെൻഷനുണ്ട്. ആൻസർ പേപ്പറിന്റെ അവസാന ഭാഗം ഞാൻ വരയിട്ടില്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറയും, അങ്ങനത്തെ പല ടെൻഷനുണ്ട്. അതിനൊന്നും മാർക്ക് കുറയാൻ പോകുന്നില്ല കേട്ടോ. ഒരിക്കലും നിങ്ങളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചർ നിങ്ങളെ തോൽപ്പിക്കാനോ നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതിയതിന്റെ മാർക്ക് കുറയ്ക്കാനോ അല്ല വാല്യൂ ചെയ്യുക. നിങ്ങൾ എഴുതിയതിനുള്ള മാർക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ എഴുതിയതിന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള റിയാലിറ്റി കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ശരിയായിട്ടുള്ള ആൻസറിനും കുറച്ചെങ്കിലും ശരിയുള്ള ആൻസർ ആണെങ്കിലും അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ഈ ഒരു കാര്യം പോയി മനസ്സിലാക്കുക. ഞാൻ പല വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞു പോയ എക്സാമിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. കഴിഞ്ഞു, അത് ലീവ് ഇറ്റ് ഗൈസ്, ലീവ് ഇറ്റ്. ഇനി വരാൻ പോകുന്ന എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക? ഉഷാറാക്കിയിട്ട് എഴുതുക. കഴിഞ്ഞു പോയ എക്സാമിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആലോചിക്കരുത്. അപ്പോൾ നിങ്ങൾ എഴുതിയതിനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. ചെറിയ രീതിയിൽ നിങ്ങൾ ശരിയായ ഉത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് എന്നുള്ള കാര്യം വീണ്ടും പറയാണ്. അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് ഇനിയുള്ള എക്സാം കൂടി സെറ്റാക്കും.